മഴ കനത്തതോടെ തൃശൂർ ജില്ല പനിക്കിടക്കയിലേക്ക്. ഗുരുതരമായ രീതിയിലാണ് പകർച്ചപ്പനിയും H1N1 പോലുള്ള വ്യാധികളും ജില്ലയിൽ പടർന്നുപിടിക്കുന്നത്. നഗരം കേന്ദ്രീകരിച്ചുള്ള മാലിന്യ നീക്കം നിലച്ചതും പകർച്ചപ്പനി പടരുന്നതിന്റെ തോത് ക്രമാതീതമായി ഉയർത്തിയിട്ടുണ്ട്. മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു നഗരം. തൃശൂർ പകർച്ചവ്യാധികളുടെ മൊത്തവിതരണ കേന്ദ്രമാകുന്നു. ഈ ദൃശ്യങ്ങൾ നഗരം ഒരു കുപ്പത്തൊട്ടിയായി മാറിയതിന്റെ നേർചിത്രങ്ങളാണ്. മഴ കനത്തതോടെ മാലിന്യം അളിഞ്ഞു നാറുന്ന ഇടമായി തൃശ്ശൂരിലെ ഓരോ കവലകളും പാതയോരങ്ങളും മാറി. പകർച്ചവ്യാധികളുടെ പടയൊരുക്കം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ജില്ലയിൽ 5 മാസത്തിനകം പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം 1,00,000-അടുത്താണ്. രണ്ടാഴ്ചക്കിടെ പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. H1N1 ആണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഭീഷണി. ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം 46 പേരിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 പേരുടെ ജീവനും H1N1 കവർന്നു. H1N1 ആണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വളരെ ഭീഷണി ഉള്ള ഒരു അവസ്ഥയിലാണ്. നമ്മൾ ഈ വർഷം 46 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 5 മരണമാണ്. പനി പടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക വാർഡുകൾ തുറക്കാനും OP സമയം കൂട്ടാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളിലും മറ്റും ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധന കാര്യക്ഷമമാക്കാനും തീരുമാനമായി. പകർച്ചവ്യാധി വ്യാപനം തടയാനുള്ള നടപടിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമ്പോഴും മാലിന്യ നീക്കം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലെ കോർപ്പറേഷന്റെ വീഴ്ച വലിയ വിമർശനത്തിനാണ് വഴിവെക്കുന്നത്. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.